Good evening, all. This is Siat Illegal. Welcome to Post Market Report, sponsored by Delta Exchange, a leading cryptocurrency trading platform. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇടിവ് തുടർന്നു. നിഫ്റ്റി, IT, ഫിനാൻഷ്യൽ സെക്ടർ, ബാങ്കിങ് എല്ലാം തന്നെ ഇടിവിലാണ്. FMCG സെക്ടർ ഒഴികെയുള്ള മറ്റുള്ള എല്ലാ സെക്ടറും ഇടിവിലാണ്. HUL പോലെയുള്ള ചുരുക്കം ചില FMCG സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. TCSൻ്റെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട്, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിനു മുമ്പ് TCS സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. കെമിക്കൽ കമ്പനീസ് മാത്രം ഇന്ന് റാലി രേഖപ്പെടുത്തി. SRF പോലെയുള്ള കമ്പനീസ് 14% റാലി. US ഗ്യാസ് പ്രൈസ് എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യൻ കെമിക്കൽ കമ്പനീസിന് ഗുണകരമായി. കല്യാൺ ജ്വല്ലേഴ്സ് ഇടിവ് തുടരുന്നുണ്ട്. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ബജാജ് ഓട്ടോ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. നാളെ ഇനിയിപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറി ഇപ്പോൾ ട്യൂസ്ഡേ ആണ്. അപ്പോൾ മാർക്കറ്റിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. TCS പോലെയുള്ള വമ്പൻ കമ്പനീസിൻ്റെ റിസൾട്ട് ഓൾറെഡി തന്നെ നാളെ റിയാക്ട് ചെയ്യപ്പെടും. അപ്പോൾ റിസൾട്ട് കാലഘട്ടമാണ്. അപ്പോൾ റിസൾട്ട് കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നല്ല റിസൾട്ട് ആണെങ്കിൽ നിഫ്റ്റിയിൽ പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഇടയായേക്കാം. അതിന് നല്ല റിസൾട്ട് വരണം. അതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം രാവിലെയും വൈകിട്ടും നമ്മൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും അത് ഗുണകരമാണ്. നിഫ്റ്റിയുടെ ചാർട്ടും മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1600 പോയിന്റ് ഇടിഞ്ഞു. ബ്രെൻഡ് ഓയിൽ $76 പെർ ഔൺസ്. ഗോൾഡ് $2271 പെർ ഔൺസ്. ബ്രെൻഡ് ഓയിൽ പെർ ബാരലാണ്, ഗോൾഡാണ് പെർ ഔൺസ്. ഗോൾഡ് ഇന്ന് $10 ഉയർന്നു. ഓസ്ട്രേലിയ, ചൈന, കൊറിയ എല്ലാം തന്നെ ഫ്ലാറ്റ് ആയിരുന്നു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 350 പോയിന്റിൻ്റെ ഇടിവ്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് ഇടിഞ്ഞില്ല. കഴിഞ്ഞ 2 ദിവസം ഇടിഞ്ഞിരുന്നു. 14.5 ആണ് ഇന്ത്യ വിക്സ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഇന്ന് ഇടിഞ്ഞ സ്റ്റോക്കുകൾ ശ്രീരാം ഫിനാൻസ് 3%, ONGC 3%, BPCL 2.5%, കോൾ ഇന്ത്യ 2%, ടാറ്റാ സ്റ്റീൽ 2%. ടാറ്റാ സ്റ്റീൽ ഇടിഞ്ഞ ന്യൂസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് ന്യൂസിൽ. ബജാജ് ഓട്ടോ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. CLS റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. 2% റാലി. നെസ്ലെ അടുത്ത FMCGയിലെ കമ്പനി. HUL FMCG, ബ്രിട്ടാനിയ FMCG, ബജാജ് ഓട്ടോയും M&Mഉം ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് 1.5, 2.5 മറ്റുള്ള എല്ലാം തന്നെ FMCGയിലുള്ള കമ്പനീസാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഏകദേശം 23,700 റേഞ്ച്. നല്ലൊരു ഫോള്. ഏതാനും ഒരു ഹാഫ് ആൻ അവർ ചെറിയൊരു റിക്കവറി പേരിന് നടത്തി. ബിറ്റ്കോയിൻ്റെ റേഞ്ച് നോക്കാം. ബിറ്റ്കോയിൻ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഏകദേശം 1884 പോയിന്റ് ഇടിഞ്ഞ് ബിറ്റ്കോയിൻ്റെ സ്പോട്ട് 93,382 എന്ന റേഞ്ചിലാണ്. 1,05,000 പോയ ബിറ്റ്കോയിനാണ്. ബിറ്റ്കോയിനൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. TCS ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് ആദ്യം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നും ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ കൊച്ചിയിൽ നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഇരുന്ന് ഓഫ്ലൈനായിട്ടോ പഠിക്കാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. TCS ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. TCSൻ്റെ നെറ്റ് പ്രോഫിറ്റ് 12% വർധനവുണ്ട്. 12,380 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ $10 ബില്യൺ ഓർഡർ ഇവർക്ക് കരസ്ഥമാക്കി. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 76 രൂപ ഡിവിഡൻഡ് പെർ ഷെയറിന്. കമ്പനിയുടെയൊക്കെ ഷെയർ ബൈബാക്ക് 4000 രൂപ കമ്പനി നടത്തിയിരുന്നു. ഏകദേശം ഒരു വർഷം മുമ്പാണ് TCS 4000 രൂപ നടത്തിയത്. ഇപ്പോൾ ആ പ്രൈസിലേക്ക് തിരികെ എത്തി TCS 4044. അപ്പോൾ അന്ന് TCS ഷെയർ ബൈബാക്ക് നടത്തുന്ന സമയത്ത് TCSൻ്റെ ഷെയർ എല്ലാം തന്നെ 3800 ആ റേഞ്ചിലായിരുന്നു. അതിനുശേഷമാണ് കമ്പനി തിരിച്ച് കയറിയിട്ടുള്ളത്. ലോങ് റണ്ണിലാണ് TCS തിരിച്ച് കയറിയത്. IGL കമ്പനി ഗെയിൽ ഡൊമസ്റ്റിക് ഗ്യാസ് അലോക്കേഷൻ 31% വർദ്ധിപ്പിക്കുന്ന ന്യൂസ് ഇന്ന് IGLന് ഗുണകരമായി. IRDA ലോൺ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ 31,000 കോടി അവർ കൈവരിച്ചു. ഗ്രോത്ത് ഇവർക്ക് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 129% ഗ്രോത്ത് കമ്പനി കൈവരിച്ചിട്ടുണ്ട്. അദാനി വിൽമർ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് എല്ലാം തന്നെ ഓഫർ ഫോർ സെയിലിലൂടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. ടാറ്റ എലക്സി കമ്പനി 3.6% നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ആയിട്ടുണ്ട്.
റവന്യൂ 2.7% അപ്സൈഡ് ഉണ്ട്. ബോറോസ്വെൽ കമ്പനി ഇവരുടെ നിലവിലുള്ള പ്ലാന്റ് എല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഇൻഡിഗോ ഏവിയേഷൻ രംഗത്തുള്ള കമ്പനിയാണ്. കമ്പനി ഡൊമസ്റ്റിക് എയർവേയ്സ് എല്ലാം തന്നെ 1199 രൂപ മുതൽ ഇവർ ഫ്ലൈറ്റ് എല്ലാം തന്നെ ആരംഭിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൻ്റെ എല്ലാം തന്നെ ചാർജ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ദുബായ് ഒക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫ്ലൈറ്റും ഹോട്ടലെല്ലാം തന്നെ വളരെ ചീപ്പാണ്. ഏറ്റവും ഹോട്ടലും ഈ ഫ്ലൈറ്റെല്ലാം തന്നെ വളരെ സ്പൈക്കായി നിൽക്കുന്ന മാസമാണ് ഡിസംബർ. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി പുതിയ ഓർഡർ കിട്ടി. $2.57 മില്യൺ ഓർഡർ. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ് അല്ല, M&Mനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. M&M ഈ ഒരു EV സെഗ്മെൻറ്റിലേക്ക് അതിശക്തമായിട്ട് കടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ആധിപത്യം ഉണ്ടായിരുന്ന കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ അവർക്കതൊരു ലീഡർഷിപ്പ് നഷ്ടമായേക്കാമെന്നുള്ള ഒരു കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. മ്യൂച്വൽ ഫണ്ട് 41,156 കോടി രൂപ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഫണ്ട് ഇൻഫ്ലോ. 35,945 കോടി രൂപയിൽ നിന്ന് വർധനവ്. പുറങ്കര ഒരു റിയാലിറ്റി കമ്പനിയാണ്. കൊച്ചിയിലൊക്കെ അവർക്ക് പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ 700 കോടി രൂപയുടെ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. എംബസി പാർക്ക് ഇന്ത്യയിലെ വളരെ ചുരുക്കം ഈ ഒരു REIT കമ്പനീസേ ഉള്ളൂ, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കമ്പനി. അതിലൊരു കമ്പനിയാണ് എംബസി പാർക്ക്. ബ്രൂക്ക്ഫീൽഡ് കമ്പനി മറ്റൊരു കമ്പനിയാണ്. അപ്പോൾ ഇവർ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊരു സൈബർ പാർക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. പോളിസി ബസാർ NRIസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എൽഡർലി സപ്പോർട്ട് സർവീസ് പ്രോഗ്രാമൊക്കെ അവർ ലോഞ്ച് ചെയ്തു. കീസ്റ്റോൺ റിയാലിറ്റി കമ്പനി സെയിൽസ് 40% അപ്സൈഡ്, കളക്ഷൻ 20% അപ്സൈഡ്. ഏതർ കമ്പനി ഗുജറാത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരുടെ സൂറത്തിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിലൊരു ക്ലോഷർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി എന്നുള്ള ന്യൂസ്. ലുപ്പിൻ കമ്പനി പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. സെൻഗോ ഗോൾഡ് അവരുടെ 20 ഷോറൂം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ എക്സ്പാൻഡ് ചെയ്യും. ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഗോൾഡ് ബിസിനസ് ഇൻ ദ സെൻസ് ഗോൾഡ് ജ്വല്ലറി കമ്പനിയാണ്. സ്വിഗ്ഗി കമ്പനി പുതിയ ബിഗ് അപ്ഡേറ്റ് ആണ്. 75 പുതിയ സിറ്റീസിൽ ഇവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇവർക്ക് പാഴ്സൽ സർവീസ് ഇവർ ആരംഭിക്കുന്നുണ്ട്. സ്വിഗ്ഗി പോലെയുള്ള വൈഡ് റേഞ്ച് നെറ്റ്വർക്കുള്ള കമ്പനീസ് എന്തും തുടങ്ങാം. അവർക്കൊരു എന്ത് പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ സ്വിഗ്ഗി, റിലയൻസ് പോലെയുള്ള ചെയിൻഡ് ബിസിനസ്സിന് അതിൻ്റെ ഗുണം. ഇപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകളെല്ലാം തന്നെ തുടങ്ങിയ ആളുകൾക്ക് അവർക്കൊക്കെ വളരെ വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ആസ്റ്റർ പോലെയുള്ള അതല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ചെയിൻ ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് അവരാണ് അതിശക്തമായിട്ട് വളരുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബിസിനസ്സിനെ വലിയ ഭീമന്മാരായ ആളുകൾ അവരുടെ എക്സ്പാൻഷൻ നമ്മളുടെ ബിസിനസ്സിനെ മോശമായ രീതിയിൽ ബാധിക്കില്ല എന്നുള്ള ബിസിനസ് മാത്രമാണ് തുടങ്ങാനായിട്ട് പാടുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള കമ്പനീസ് എല്ലാം തന്നെ നമ്മളെ വലിയ തോതിൽ തുടങ്ങിയാൽ റിലയൻസ് റീറ്റെയിലോ അതല്ലെങ്കിൽ ഇപ്പോൾ ഫാർമയൊക്കെ ഒരുപാട് മെട്രോപോളിസും അല്ലെങ്കിൽ DDRC പോലുള്ള ഫാർമ കമ്പനീസൊക്കെ ചെയിൻഡ് ബിസിനസ്സാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ ബ്രാൻഡ് അല്ലാത്ത ബിസിനസ്സിനെ അത് മോശകരമായിട്ട് ബാധിക്കും. എനിവേ നമ്മുടെ ടോപ്പിക് അതല്ല, പിന്നീട് ഡിസ്കസ് ചെയ്യാം. ടാറ്റ സ്റ്റീലായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. ടാറ്റ സ്റ്റീൽ പ്രൈസ് എല്ലാം തന്നെ അണ്ടർ പ്രഷറാണ്. അപ്പോൾ ഈ സ്റ്റീൽ ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ അത് ബാഡ്ലി അഫക്റ്റ് ചെയ്യുമെന്ന് കമ്പനി പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫോൾ ആയിട്ടുള്ളത്. ഇനി സ്റ്റോക്കിംഗ് ന്യൂസുകളിൽ നമ്മൾ സ്റ്റോക്കിംഗ് ന്യൂസ് മാത്രമാണ് പറയാറുള്ളൂ. ഞാനെല്ലാം ഈ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതല്ലെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയും. അപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ സമയം കളയാതെ നമ്മൾ സ്റ്റിക്ക് ഓൺ ന്യൂസിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.